ഇന്നത്തെ അറിയിപ്പുകൾ. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. കമ്പനികൾ കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്നീ പ്ലാറ്റ്ഫോമുകളിലെ ഡ്രൈവർമാരാണ് സമരം പ്രഖ്യാപിച്ചത്. ജൂലൈ 21 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന കമ്മീഷൻ നിരക്കിനെതിരെയാണ് പ്രതിഷേധം. 1000 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ കമ്മീഷനായി കമ്പനി എടുക്കുന്ന സ്ഥിതിയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഉയർന്ന കമ്മീഷൻ ഈടാക്കുന്ന രീതി ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ നഷ്ടത്തിലാണ് ടാക്സികൾ ഓടുന്നത്. ഇരട്ടി കമ്മീഷനും കൂടിയാകുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഓടിക്കിട്ടുന്ന തുക വാഹനത്തിന്റെ മെയിന്റനൻസിന് പോലും തികയുന്നില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരെ കുഴക്കിയിരുന്ന ക്യാപ്ച വേരിഫിക്കേഷൻ IRCTC വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കാൻ റെയിൽവേ തീരുമാനിച്ചു. പുതിയ വെബ്സൈറ്റ് വഴി 8 ക്ലിക്കുകൾ കൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് റെയിൽവേ മന്ത്രി. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരെ കുഴക്കിയിരുന്ന ക്യാപ്ച IRCTC വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനം. ഉപയോക്താവിന്റെ ആധാർ നമ്പർ നൽകിയുള്ള വേരിഫിക്കേഷൻ അടക്കം സുരക്ഷയ്ക്കായി മറ്റു കാര്യങ്ങൾ ചെയ്തതോടെയാണ് ഈ തീരുമാനം. IRCTCയുടെ പുതിയ വെബ്സൈറ്റ് വഴി 8 ക്ലിക്കുകൾ കൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ക്ലിക്ക് മതിയാകും. അനാവശ്യ പോപ്പപ്പുകളും മിന്നിമറിയുന്ന ഗ്രാഫിക്സുകളും ഉൾപ്പെടെ ടിക്കറ്റ് ബുക്കിംഗിനിടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഒഴിവാക്കും. എല്ലാ ക്ലാസുകളിലെയും സീറ്റ് ലഭ്യത ഒരുമിച്ച് കാണാനാകുമെന്നതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഘടകങ്ങളുടെ എണ്ണം കുറച്ചതും ബുക്കിംഗ് വേഗത്തിലാക്കാൻ സഹായിക്കും. പുതുക്കിയ IRCTC പോർട്ടൽ വൈകാതെ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി റിപ്പോർട്ട് അപൂർണമെന്ന് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി ഇപ്പോഴത്തെ രൂപത്തിൽ നടപ്പാക്കരുത് എന്നാണ് സമിതി അറിയിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശ്രീധരന്റെ റിപ്പോർട്ട് അപൂർണമാണെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. കേരളിന് പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. പദ്ധതിയിൽ സർക്കാർ വീണ്ടും പഠനം നടത്തും. ഭൂമി ലഭ്യതയടക്കം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം അതിവേഗ റെയിൽ പദ്ധതിയുടേത് ഫീൽഡിലേക്കിറങ്ങി വിശദമായി തയ്യാറാക്കേണ്ട റിപ്പോർട്ടാണെന്ന് ശ്രീധരൻ. ഇതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ കഴിയുമെന്നും ശ്രീധരൻ ചോദിച്ചു. വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ഉള്ളടക്കം മുഖ്യമന്ത്രി VD സതീശൻ തന്നോട് ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീധരൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.